ഏകകം 1 സൗഗന്ധികം. സൗഗന്ധികം ഇത്യസ്മിൻ ഏകകെ പാഠദ്വയം അസ്തി. സൗഗന്ധികം എന്ന് പറയുന്ന ഈ യൂണിറ്റിനകത്ത് 2 പാഠങ്ങളാണുള്ളത്. തത്ര പ്രകൃതേഹി സുന്ദര ദൃശ്യാനി വർണ്ണിതാനി ഭവന്തി. തത്ര അവിടെ പ്രകൃതേഹി പ്രകൃതിയുടെ സുന്ദര ദൃശ്യങ്ങൾ വർണ്ണിച്ചിരിക്കുന്നു. സ്വാഗതം മിത്ര ഇതി പാഠേ ലഘു കവിതാരൂപേണ സൂര്യോദയ ദൃശ്യം മനോഹാരിതയാ വർണ്ണിതം. സ്വാഗതം മിത്ര എന്നുള്ള പാഠത്തില് ലഘു കവിതാരൂപത്തില് സൂര്യോദയ ദൃശ്യത്തെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. ഏഹി വദാമ ഇതി പാഠേ ഉദ്യാനേ ദൃശ്യമാന കാചിത് ഘടന ലഘു സംഭാഷണ രൂപേണ പ്രതിപാദിത. ഏഹി വദാമ ഇതി പാഠേ, ഏഹി വദാമ എന്നുള്ള പാഠത്തിൽ ഉദ്യാനേ ദൃശ്യമാന, ഉദ്യാനത്തിൽ പൂന്തോട്ടത്തിൽ കാണുന്ന ചില സംഭവങ്ങളെ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ സംഭാഷണ രൂപത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. പ്രഥമഃ പാഠഃ സ്വാഗതം മിത്ര. ഒന്നാമത്തെ പാഠം എന്താണ്? സ്വാഗതം മിത്ര, വരൂ കൂട്ടുകാര. പാഠപ്രവേശനാത് പൂർവം ആരാമഃ ഇതി പ്രവർത്തന പുസ്തകേ പ്രഥമതഃ ആരഭ്യ തൃതീയപര്യന്തം പ്രവർത്തനാനി കരണീയാനി. പാഠത്തിൽ പ്രവേശിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആരാമഃ എന്നുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് നൽകിയിട്ടുണ്ട് അല്ലേ? അതിലെ 1 മുതൽ 3 വരെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒരു മനോഹരമായ ദൃശ്യമാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത് അല്ലേ? ചിത്രേ കിം കിം പശ്യതി, ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? ഒരു മരം, പിന്നെന്താണ്, സൂര്യോദയം, കുറെ ചെടികള്, പൂക്കള്, പൂമ്പാറ്റകള്, എല്ലാത്തിനെയും നമ്മൾ കാണുന്നുണ്ട്. ഭവന്തഃ കഥാ ഉത്തിഷ്ഠന്തി, നിങ്ങൾ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? പ്രഭാതേ കിം കിം പശ്യന്തി, രാവിലെ എണീക്കുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത്? പ്രഭാതം കീദൃശമസ്തി, പ്രഭാതം എങ്ങനെയുള്ളതാണ്? പ്രഭാത സൂര്യം ദൃഷ്ടവന്തഃ വാ, രാവിലെ എണീക്കുമ്പോൾ ഉള്ള സൂര്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കിമപി പ്രഭാത ദൃശ്യം പശ്യാമഹ, അങ്ങനെയുള്ള ഒരു പ്രഭാത ദൃശ്യത്തെ നമുക്ക് കാണാം. സ്വാഗതം മിത്ര. നമുക്ക് ഈ കവിത ഒന്ന് വായിക്കാം. പശ്യതു ബാലേ സാനന്ദം സൂര്യോദയമിഹ സാമോദം കാകോരടതി കാകാകാ കൂജതി കോകില കൂകൂകൂ. ഒന്നുകൂടെ പാടാം. പശ്യതു ബാലേ സാനന്ദം സൂര്യോദയമിഹ സാമോദം കാകോരടതി കാകാകാ കൂജതി കോകില കൂകൂകൂ. നോക്കാം. പശ്യതു നോക്കൂ, ബാലേ കുട്ടി, സാനന്ദം സന്തോഷത്തോടുകൂടി. സന്തോഷത്തോടുകൂടി എന്തിനു നോക്കാനാണ് പറയുന്നത്? സൂര്യോദയം, സൂര്യോദയത്തെ നോക്കാനാണ് പറയുന്നത്. പശ്യതു ബാലേ സാനന്ദം സൂര്യോദയമിഹ സാമോദം. എന്താണ്? ഈ സൂര്യോദയത്തെ വളരെ സന്തോഷത്തോടുകൂടി നീ നോക്കൂ. കാകോരടതി കാകാകാ, കാക്ക എങ്ങനെയാണ് കരയുന്നത്? കാകാകാ. കൂജതി കോകില കൂകൂകൂ, കോകിലഹ എങ്ങനെയാണ് കൂവുന്നത്? കോകിലഹ ആരാണ്? കുയില്. കാകഹ ആരാണ്? കാക്ക. കാക്ക കരയുന്നു, കാക്കാക്ക. കുയില് കൂവുന്നത് എങ്ങനെയാണ്? കൂ കൂ കൂ. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആദ്യത്തെ 4 വരി കവിത ഒന്നുകൂടെ പാടാം. പശ്യതു ബാലേ സാനന്ദം സൂര്യോദയമിഹ സാമോദം കാകോരടതി കാകാകാ കൂജതി കോകില കൂകൂകൂ. നമുക്ക് അടുത്ത വരി നോക്കാം. ഉദ്യാനെ വിലസന്തി പുഷ്പാണി
വർണ്ണമനോഹര പുഷ്പാണി ആയാതു പശ്യതു സാനന്ദം അരുണോദയമിഹ സാമോദം ഉദ്യാനെ വിലസന്തി പുഷ്പാണി. എന്താണ് ഉദ്യാനം? ഉദ്യാനം എന്താണ്? പൂന്തോട്ടം. പൂന്തോട്ടത്തിൽ എന്ത് ചെയ്യുന്നു? പുഷ്പങ്ങള് ഇങ്ങനെ വിലസുന്നു. വർണ്ണമനോഹര പുഷ്പാണി, പല നിറത്തിലുള്ള പുഷ്പങ്ങളാണ് പൂന്തോട്ടത്തിലുള്ളത് അല്ലേ? അപ്പൊ പല നിറത്തിലുള്ള പുഷ്പങ്ങൾ. ആയാതു വരൂ, പശ്യതു നോക്കൂ, സാനന്ദം സന്തോഷത്തോടു കൂടെ, അരുണോദയമിഹ സാമോദം ഈ അരുണോദയത്തെ, അരുണഹ ആരാണ്? സൂര്യൻ. അരുണോദയം അപ്പൊ എന്താണ്? സൂര്യോദയം. അപ്പൊ എന്താണ്? ഈ സൂര്യോദയത്തെ നമുക്ക് സന്തോഷത്തോടെ കാണാമെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്കൊന്നുകൂടെ പാടാം. ഉദ്യാനെ വിലസന്തി പുഷ്പാണി വർണ്ണമനോഹര പുഷ്പാണി ആയാതു പശ്യതു സാനന്ദം അരുണോദയമിഹ സാമോദം. ഈ 4 വരി നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വാഗതം മിത്ര എന്നുള്ള കവിത. അപ്പൊ അരുണോദയ എന്താണ്? സൂര്യോദയമാണ് അല്ലേ? ഈ പഠന പ്രവർത്തനങ്ങളിലോട്ട് പോകാം. ഒന്നാമത്തെ പ്രവർത്തനം, കവിതാം ശ്രുത്വ സതാളം ആലപതു. എന്താണ്? കവിത കേട്ടിട്ട് താളത്തോടു കൂടി ആലപിക്കാനാണ്. പരിചിതാനാം പക്ഷി മൃഗാദീനാം ശബ്ദാൻ അനുകരോതു. പരിചിതമായ പക്ഷി മൃഗാദികളുടെ ശബ്ദങ്ങൾ അനുകരിക്കാൻ. ഇപ്പൊ നമ്മള് ഈ കവിതയിൽ പഠിച്ചല്ലേ, കാക്ക കരയുന്നു, കാക്കാക്ക, കാക്കോരടതി കാക്കാക്ക, കോകിലഹ കുയില്, കുയിൽ എങ്ങനെയാണ് കൂവുന്നത്? കൂ കൂ കൂ. ഇതുപോലെ നമുക്ക് ചുറ്റും കാണുന്ന പക്ഷി മൃഗാദികള്, ഇപ്പൊ പൂച്ച കരയുന്നത് മ്യാവു മ്യാവു. അതുപോലെ എന്താണ്? നമുക്ക് ചുറ്റും കാണുന്ന പക്ഷി മൃഗാദികളുടെ ശബ്ദം അനുകരിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രഭാത സംബന്ധീനി ചിത്രാണി സഞ്ചിത്യ സചിത്ര പുസ്തകെ യോജയതു. പ്രഭാത സംബന്ധമായിട്ടുള്ള ചിത്രങ്ങളെ ശേഖരിച്ചിട്ട് അത് സചിത്ര പുസ്തകത്തിലോട്ട് യോജിപ്പിക്കാം. ഇവിടെ ഒരു സൂര്യോദയത്തിന്റെ ദൃശ്യം കൊടുത്തിട്ടുണ്ട് അല്ലേ? പിന്നെ നമുക്ക് ഈ പാഠത്തില് രാ എന്ന അക്ഷരം എഴുതാനും വായിക്കാനും പഠിക്കണം. സൂചനാനുസാരം ബിന്ദൂൻ യോജയിത്വ അക്ഷരം വദതു ലിഖതു വർണ്ണേന ലേപയതു ച. ഈ സൂചന തന്നിരിക്കുന്നത് പോലെ എന്ത് ചെയ്യണം? രാ എന്ന അക്ഷരത്തെ നിങ്ങൾ എഴുതണം. അത് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യണം? ഇതിന് നമുക്ക് കളർ കൊടുക്കാം, നിറം കൊടുക്കാം. ഈ അക്ഷരങ്ങളെ പറയുകയും എഴുതുകയും ചെയ്യാം. എന്താണ് നമ്മുടെ ഈ അക്ഷരത്തിന്റെ പേര്? രാ. എന്താണ്? രാ. അടുത്തതും പ്രഭാത സംബന്ധമായിട്ടുള്ളൊരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ചിത്രം ഉചിതൈഹി വർണ്ണൈഹി ലേപയതു. ഈ ചിത്രത്തെ എന്താണ്? ഉചിതമായ നിറം കൊടുത്ത് മനോഹരമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അടുത്ത പ്രവർത്തനം, ഉദ്യാനസ്യ ചിത്രം നിരീക്ഷ്യ പുഷ്പാണാം നാമാനി വദതു. ഉദ്യാനത്തിലെ ഈ പുഷ്പങ്ങളെ നിരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യാൻ? ഈ പുഷ്പങ്ങളുടെ പേര് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉദ്യാനം എന്താണ്? പൂന്തോട്ടം. പൂന്തോട്ടത്തിൽ ഈ ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താണ്? ചെമ്പരത്തിയാണ് അല്ലേ? ചെമ്പരത്തിയെ നമ്മുടെ സംസ്കൃതത്തിൽ ജബ എന്ന് പറയും. എന്താണ്? ജബ. അടുത്തെന്താണ്? മുല്ലപ്പൂ തന്നിട്ടുണ്ട് അല്ലേ? മുല്ലപ്പൂ. മുല്ലപ്പൂ എന്താണ്? മല്ലിക. മല്ലിക. ഇതെന്താണ്? ശംഖുപുഷ്പം. ശംഖുപുഷ്പം നമ്മുടെ സംസ്കൃതത്തില് അപരാജിത. അപരാജിത. റോസാപ്പൂ തന്നിട്ടുണ്ടല്ലേ? റോസ സംസ്കൃതത്തില് പാടലം. പാടലം. ഇത്രയും പുഷ്പങ്ങളാണ് അവിടെ തന്നിട്ടുള്ളത്. പുഷ്പങ്ങളുടെ പേരൊന്ന് കേട്ട് വെച്ചിരുന്നാൽ മതിയാവും. എന്താണ്? ജപ, മല്ലിക, അപരാജിത, പാടലം. ഇത്രയും പുഷ്പങ്ങളാണ് ഉദ്യാനത്തിൽ തന്നിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മുടെ കേരളസ്യ ഔദ്യോഗിക പുഷ്പമാണ് ആര്? കണിക്കൊന്ന. കണിക്കൊന്നയെ സംസ്കൃതത്തിൽ എന്ത് പറയും? കർണികാരം. എന്താണ്? കർണികാരം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ പാഠം.